ഹലോ ഗായ്സ്, എല്ലാവർക്കും ആസ്ട്രോവേഴ്സ് ക്രൂവിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇതിൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് ഗെയിമാണിത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊക്കെ കളിച്ചിരിക്കണ്, കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് മൈൻക്രാഫ്റ്റിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഹാർഡ് കോറാണ് ചെയ്യാൻ പോണത്. പറയാൻ വിട്ടുപോയി. ഹാർഡ് കോർ സർവൈവലാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും വേൾഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് റെഡിയാക്കാം. പിന്നെ ഇത് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ അറിയാലോ, ഹാർഡ് കടന്നോട്ടെ. ഹാർഡ് കോർ എടുക്കുക. പേരെന്താ കൊടുക്കുക? ആസ്ട്രോ എന്ന് കൊടുക്കുക. ആസ്ട്രോ ഹാർഡ് കോർ കുഴപ്പമില്ല. ഫസ്റ്റ് തന്നെ ചാവാതിരുന്നാൽ മതിയിരുന്നു. ചത്താൽ പിന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് അങ്ങക്ക് പെട്ടെന്ന് വീഡിയോ ഒക്കെ തീർന്ന് കൈ വയ്ക്കണം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കുറേ അതൊന്നും കുഴപ്പമില്ല. പ്ലെയിൻ ഹാർഡ് കോർ ലോഡിങ് ഇപ്പം എന്താ ലോഡായി വരുന്നുണ്ട്. സർവൈവ് എന്തൊക്കെ നടക്കുന്ന വേൾഡിലെത്തിക്കണേ. അയ്യോ, എത്ര ദിവസമായി ഈ വേൾഡൊക്കെ ഒന്ന് കണ്ടിട്ട്. എന്തൊക്കെ കാണാണ്ടായിവ. സെറ്റ് ഒന്നുമില്ലല്ലോ, കയ്യിൽ ഒന്നുമില്ല. ഇനിയിപ്പോൾ ആകെല്ലൊരു പണി മരം മുറിച്ച്. ഏറ്റവും ഫസ്റ്റത്തെ പണി അതാ, മരം മുറി. വേഗം മരമൊക്കെ മുറിച്ചൊരു എണ്ണം കിട്ടിക്കണ. ഇത് മതിയാവും. അയവ പട്ടി, ഞാൻ ആടാൻ നേരി. ഇതെന്ത് സാധനം? കോഴിക്കുട്ടിയോ? അയവ വെറൈറ്റി കോഴിക്കുട്ടി. എന്താ കുയ്യൊക്കെടുത്ത് ചാടിയാൽ മഷ്റൂമൊക്കെ ഉണ്ട്, അതും വേണ്ട. ഇത് മരം മുറിച്ച് മരമൊക്കെ കിട്ടി. എന്താണ് കോഴി? എന്തെങ്ങനെ നോക്കണേ? നമുക്കിനി മരമൊക്കെ കിട്ടി, വുഡ് കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ എവിടെ കല്ലെവിടെ നമ്മൾ കണ്ടീനെ? ഇതിൻ്റെ ഉള്ളിലല്ലേ? ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ചാടി ഇതിലാവോ? ഇത് മണ്ണിക്ക് കുഴപ്പമില്ല. സാരല്ല. ഒന്നും ആയില്ല, ഡാമേജ് ഒന്നും കിട്ടിയില്ല. നമുക്ക് ജസ്റ്റ് മിസ്, ചത്തിയില്ല. നല്ല ഭാഗ്യമുണ്ട്. കുറച്ച് ഹെൽത്ത് കുറഞ്ഞു. നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ട് മേലേക്ക് കയറിയിട്ട്, മേലേക്ക് എന്തിനാ കയറുന്നത്? താഴേക്കെല്ലാം കയറുന്നുണ്ട്. എനിക്ക് ആദ്യം ഞാൻ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടില്ല, അതാദ്യം ഉണ്ടാക്കട്ടെ. അതന്നെ വുഡൻ പിക്കാക്സ്. ചെയ്ത് ഇനി കുറച്ച് കല്ലാളെടുത്തിട്ടേ, എന്നിട്ട് നമ്മൾ സ്റ്റോണൊക്കെ അപ്ഗ്രേഡ് ആവണം. നമ്മളെന്തായാലും കല്ലാളെടുത്തിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതാ കല്ലാളൊക്കെ റെഡിയാക്കി. നമുക്ക് ആവശ്യമില്ലതൊക്കെ എടുത്തിട്ട് നമ്മൾ പുറപ്പെട്ടിക്കണേ. നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചണം. എന്താ വെച്ചാൽ നമുക്കൊരു ചെറിയ ബേസൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കുഴപ്പമില്ലല്ലോ. വലിയൊരു പന്നീനെ കണ്ട ഇഷ്ടമല്ല. കൊള്ള പന്നി നിൽക്കവിടെ. നിൽക്ക് അന്നെ കൊന്നിട്ടേ പോകുള്ളൂ. എവിടെ കൊടുക്കുക? അവിടേക്ക് എങ്ങോട്ടാ ഓടുന്നത്? അവിടേക്ക് അന്നെ ഞാൻ ഒന്ന് ശരിയാക്കും. വടി എടുക്കട്ടെ, ശാന്തി കൊടുക്കുക, അത്ര ഉള്ളൂ. ആകെ ഒന്ന് തന്നിട്ടുള്ളൂ. എന്താ ഞാൻ സാലൂട് പിന്നെ അടിച്ചാൻ വയ്ക്കാത്തതിൻ്റെ കഴിവ് കേടൊന്നല്ല. അത് കുറച്ച് ദിവസമായിട്ട് ടച്ചൊക്കെ വിട്ട് പോയിട്ടായി. അതുകൊണ്ടാട്ടോ, വേറെ ഒന്നല്ല. എന്തായാലും നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചാണ് പെരട്ടാൻ. അവിടെ വല്ലതും വെച്ച് കഴിഞ്ഞാൽ വേണ്ട. നമുക്ക് ഈ ഒരു സ്ഥലമായിട്ട് പിടിച്ചാൽ എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് റിസോഴ്സസ് അധികം കഴിക്കാം. നമുക്ക് ഇവിടെ എവിടെയിലായിട്ട് നോക്കേണ്ടി വരും. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിതാ വരുന്ന വഴിയിലൊരു വലിയൊരു കുയ്യുണ്ട്. ജസ്റ്റ് മിസ്സിനായിട്ട് നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ കുയ്യ നല്ല ഡാമേജ് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കുയ്യിൻ്റെ ഉള്ളിൽ കൂക്കണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ പോയാലോ? അല്ലെങ്കിൽ വേണ്ട, നമ്മളൊക്കെ റെഡിയായി സെറ്റപ്പായിട്ട് ഒരു ആർമറൊക്കെ റെഡിയാക്കി ടോർച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടൊരു വരവുണ്ട് ഇങ്ങോട്ട്. ഇനി എവിടെ സ്ഥലം എവിടെ നോക്കിച്ചെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് കാണിച്ചതാ. എവിടെ ആയിട്ടാണെന്നറിയാം. അവിടെ നേരെ കണ്ടോ?
ആ ഒരു സ്ഥലത്തായിട്ടാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചെറിയ ബേസ് കെട്ടാൻ ആകുമ്പോൾ നമുക്ക് ഫാം കാര്യങ്ങൾ ഇതിനൊക്കെ കുറച്ച് സ്പേസ് ഉണ്ടായതുകൊണ്ട് അവിടെ കെട്ടാൻ. നമ്മളപ്പോൾ ഈ സ്ഥലത്ത് കുറച്ച് വെറൈറ്റി പരിപാടികളും കാര്യങ്ങളും ഒപ്പിച്ചാനായിട്ടാണ് പോണത്. സെറ്റായാൽ മതിയെന്നു. അവിടെ കുറേ ആടാറുണ്ട്. ആടനെ ആദ്യം തച്ച് കൊന്നിട്ടേ ബെഡ് ഉണ്ടാക്കാം. എന്തായാലും റീസ്പോൺ പോയിൻ്റ് ആവശ്യമില്ലെങ്കിലും നമുക്കൊരു ബെഡ് ഉണ്ടാക്കിയിട്ട് രാത്രി ഒന്ന് സ്കിപ്പ് ചെയ്യാമല്ലോ. ആടിനെ വന്നു. അടേ വാടേ അടേ വാടേ അങ്ങനെ ചാവും. അത്ര അടുത്താടി വാ, ഇങ്ങോട്ട് വാ. ഐ ജസ്റ്റ് മിസ്. ഒന്നുകൂടി വാ. ഇവിടെ ഏറ്റ് ഓടല്ലേ ഇവിടെ. അത്ര ഉള്ളൂ. ഒന്നുകൂടി. ഓക്കെ. ഓഫ് അത് വലിയ കുയ്യ്. എല്ലാം നോക്കി പോകണം. ചാടിയരി കഴിഞ്ഞു കഥ. ഒരു കുതിരനൊക്കെ ടീം ചെയ്തിട്ടുണ്ട് പോയാലോ. ഓടാനും വീക്കണില്ല. ഇത്ര പെട്ടെന്ന് ഫ്രണ്ടായോ? ചാടിയിലില്ല സമയത്തൊന്നും ഫ്രണ്ടാവരുത്. ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഫ്രണ്ടായിക്കോ. വായിച്ചിട്ട് ഓടാനും വീക്കണില്ല. റോണ്ട് തിന്നാ വേറെ വഴിയില്ല. കുറച്ചും കൂടി കുഴപ്പമില്ല. ഞാൻ പോയിട്ട് കുറച്ച് മരം മുറിച്ചിട്ട് ഇവിടെ ബേസ് കിട്ടിയാലോ. എവിടെ ബേസ് കിട്ടുക? ഇവിടെ കെട്ടണോ കുറച്ച് അപ്പുറത്ത് കെട്ടണോ? ഇവിടെ തന്നെ കിട്ടിയാലോ? പിന്നെ അപ്പുറത്ത് പോകണോ? ഇവിടെ കെട്ടാലേ? ഇവിടെ ഉണ്ട് കെട്ടാം. ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി. എന്താണ്? ഇത് വേണോ? എന്നാ പിടിച്ചോ. ഒരുത്തിനക്ക് മാത്രം കൊടുത്താൽ എനിക്ക് വിഷമാവില്ലേ? കാലിൽ ചത്തോ? അങ്ങനെ ഒരുത്തനെ കൊന്നിട്ട് സുഖമായിട്ട് ജീവിച്ച് അങ്ങോട്ട് വാ. ഇപ്പോൾ കുഴപ്പമില്ല. ഇനി നമുക്ക് മരമൊക്കെ മുറിച്ചിട്ടേ. ഹലോ ഗൈസ്, നമ്മളിതാ മൈനിങ് ചെയ്ത് മരം വെട്ടി കഴിഞ്ഞപ്പോൾ ഇതാ രാത്രി ആയിക്കുന്നു. ഇപ്പം എന്താ കാട്ടുകയെന്നറിയില്ല. നമ്മളാണെങ്കിൽ അറിയാതെ ഹാർഡിലും പാടിയാണ് ഇട്ടച്ചിക്കണ്. ആദ്യം ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് കടന്നുറങ്ങാം. എല്ലാവരും ആർമറിലൊക്കെ വന്നിരിക്കുന്നു. വെട്ടി കൊല്ലാതെ ഇരുന്നാൽ മതിയായിരുന്നു. എവിടെ ബെഡ് എടുത്തിട്ട് ഇവിടെ വേഗം എവിടെ കണ്ടു വിരിച്ചാണ് കടന്നുറങ്ങാം. പടച്ചോനെ കാത്തോണി. രാവിലേക്കിന് എല്ലാവരും പോയോ? ഓരോ ആൾക്കാർ കരിയാനും ഇതൊക്കെ തുടങ്ങി. ബെഡിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി ഇവിടെ അവിടെ ഇവിടെ ചത്തോ? ഇവിടെ സോംബി അതാ വരുന്നു. ഇങ്ങോട്ട് വാടാ. ചാവ്. മറ്റോ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് അവനെ തീർക്കാൻ പറ്റുമോ? അവനൊന്നും കാട്ടാൻ വയ്ക്കൂല. എവിടെ നമ്മൾ വുഡ്? നമുക്കെന്തായാലും ഇവിടെ ബേസ് ഉണ്ടാക്കാൻ എല്ലാ പരിപാടിയും വെക്കാം. എവിടെ? കുറച്ച് മാറി അതിങ്ങോട്ട് വാ. നമുക്കെന്തായാലും ഇവിടെ ആയിട്ട് നമ്മളെ പരിപാടി തുടങ്ങാം. അല്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല. അല്ലാ, ഈ എൻ്റെ പൊന്നാര ക്രീപ്പർ എന്തിൻ്റെ കാര്യമുണ്ട്? ഒരുത്ത അവിടെ പണിയെടുക്കണ കണ്ടില്ലേ? ഇത്രയും പെട്ടെന്ന് ചാവുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്നാലും ഒരു സൗണ്ടെങ്കിലും ഉണ്ടാക്കി. ഇതിപ്പോൾ എന്തോ ലക്ക്. ഇതിപ്പണ്ട് തുടങ്ങിയിട്ടുള്ളൊരു തറക്കല്ലിട്ട് പോത്തിനും കൊന്നല്ലോടാ. ഓടാ. ഇവിടെ എത്ര വലിയ കുയ്യൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കേണ്ടത് നടന്നു. എല്ലാം ഒറ്റൊരു ക്രീപ്പർ തണ്ടി കാണിച്ചു കൊടുക്കണ്ട. ക്രീപ്പറിന് ഞാൻ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ? ഇവിടെ എവിടെയായിട്ടാണ്? ഇവിടെ എവിടെയെന്നോ ഞാൻ ചത്തത്? ഇവിടെ എവിടെയോ വേണമല്ലോ. എന്താ അവിടെ. എന്നാലും ആ ക്രീപ്പർ ചതിച്ചു. എൻ്റെ സാധനങ്ങൾ തൊക്കത് അവിടെ കിടക്കുന്നു. ഓ മൈ ഗോഡ്. ഒന്ന് മോഹിച്ച് കളിച്ചാൻ പോലില്ല. നേരം പോലും കിട്ടിയില്ല. അപ്പോഴത്തേനും ആ ക്രീപ്പർ തണ്ടി വന്ന് എന്നെ കൊന്നു. സാല പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താടാ നോക്കണേ? എനിക്കുണ്ട് തരണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ. നമ്മൾ ഇന്ന് ഹാർഡ് കോറൊക്കെ ചെയ്യും. ഒരു 10-20-100 ഡേയ്സൊക്കെ പോകുന്ന എത്തിയതാ. ഇങ്ങനെ ഫസ്റ്റ് ടൈം ചാവുന്നില്ലത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ
നിങ്ങളെല്ലാവരും സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത കൂട്ടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് യുവർ ആസ്ട്രോ വേഴ്സ് ക്രൂ സൈനിങ് ഓഫ്. ബൈ. ഇത് പിന്നെ ഈ വേൾഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എന്താണ് ഡിലീറ്റ് ചെയ്ത് കളയാം, വേറെ വഴിയില്ല. എന്താ അപ്പോൾ കഥ മോഹിച്ച് വന്നേന്നു, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ടാറ്റ ഗൈസ്, ബൈ ബൈ, സി യു.